തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു മുന്നണികൾക്ക്. കാരണം അവിടുത്തെ ഫലം മാറിയും മറിഞ്ഞുമിരിക്കും. ഏറെ നേരം മുന്നിൽ നിന്ന രാജീവ് ചന്ദ്രശേഖരനെ രണ്ടാം സ്ഥാനത്താക്കി ശശി തരൂർ വീണ്ടും മുന്നിലേക്ക് നിൽക്കുകയാണ്. 4663 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. 3,80,640 വോട്ട് ശശി തരൂർ ആകെയുണ്ട്. ഇപ്പോൾ 3,977 വോട്ട് രാജീവ് ചന്ദ്രശേഖരനുമുണ്ട്. 4663 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നത് ഈ ഘട്ടത്തിൽ അത്ര ലീഡ് വലിയൊരു മാർജിൻ കിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് നെഞ്ചിടിപ്പ് കൂട്ടുന്ന സമയമാണിത്. കാരണം 4663 എന്ന ഈ ഘട്ടത്തിൽ തീരെ നിസ്സാരമായിട്ടുള്ള ലീഡല്ല. വളരെ കൃത്യമായി 3 മുന്നണികളുടെയും വോട്ടുകൾ അവരവർക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഫലത്തെ ഇങ്ങനെ ഇത്ര പ്രവചനാതീതമാക്കുന്നത്. അതെ അതെ, ഇതിനകത്ത് മഹേഷ് ചന്ദ്രനെ ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് വോട്ടെണ്ണൽ പോകുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് ചോദിക്കാമായിരുന്നു. 5000-നടുത്ത് വോട്ടുകളുടെ ലീഡിലാണ് ശശി തരൂർ എന്നത് കൃത്യമായിട്ടും തിരുവനന്തപുരത്തേക്ക് കൂടുതൽ നേരം നോക്കി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. 4663 വോട്ടുകളുടെ ലീഡ് നില എന്ന് വെച്ചാൽ ഇത്രമാത്രം ടൈറ്റ് ഫൈറ്റിൽ പോയി ഈ നേരത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അത് നിസ്സാരമായിട്ടുള്ള ലീഡ് നിലയല്ല. 4000-ലേറെ വോട്ടുകളുടെ ലീഡ് എന്നത് നിസ്സാരമായിട്ടുള്ള ലീഡ് നിലയല്ല.